വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവമാണ് എം.ടി. രമേശ് പറഞ്ഞത്. എന്തായാലും എസ്.എഫ്.ഐയുടെ ഭീകരാക്രമണമാണ് അവിടെ നടന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതേ കേസിൽ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. എസ്.എഫ്.ഐ പ്രവർത്തകൻ അഖിലാണ് പിടിയിലായിരിക്കുന്നത്. പാലക്കാട് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കെ.ജെ. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ 12 പേരിൽ മുഖ്യപ്രതി എന്തായാലും പിടിയിലായിരിക്കുന്നു. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും അരങ്ങേറുന്നതിനിടയിലാണ് സമ്മർദ്ദത്തിന്റെ ഫലമായാണ് നിലവിൽ പോലീസ് ഇത്തരത്തിൽ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു പാലക്കാട് നിന്നും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ 12 പേരുടെ സസ്പെൻഷൻ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ പ്രതിയായ അഖിൽ കെ ആണ് നിലവിൽ അറസ്റ്റ് ചെയ്തത്. എസ്.എഫ്.ഐയുടെ സജീവ പ്രവർത്തകനാണ് കോളേജിലെ ഇയാൾ. നിലവിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു പാലക്കാട് നിന്നും ഈ പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യുകയാണ്. വയനാട്ടിൽ എത്തിച്ചാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ DSP ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഈ ആസൂത്രിതമായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് നേരെയുള്ള ആക്രമണം എന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ആദ്യം വന്നു കേട്ടത് കുടുംബം ശക്തമായി ആരോപിച്ചിരുന്നു ഇത് ആത്മഹത്യയല്ല കൊന്നതാണ് എന്ന്. തീർച്ചയായും, കാരണം 15-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ ഒരു പരാതി ഈ വിദ്യാർത്ഥിക്ക് നേരെ ഈ എസ്.എഫ്.ഐ നേതാക്കൾക്ക് സമീപം എത്തുന്നത്. തുടർന്ന് 3 ദിവസമായിരുന്നു തുടർച്ചയായുള്ള ആക്രമണം. ആദ്യ ദിവസം 3 മണിക്കൂറിലധികമായിരുന്നു ഈ വിചാരണ. അതിനുശേഷം തുടർച്ചയായി തന്നെ ഈ മർദ്ദനമേൽക്കുന്നു ഈ കുട്ടിയെ. ഇത്തരത്തിൽ ഈ ബെൽറ്റ് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ മറ്റു മാരകായുധങ്ങൾ ഉപയോഗിച്ചുമായിരുന്നു ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസം ഈ വിദ്യാർത്ഥിക്ക് ഭക്ഷണം ഉൾപ്പെടെ നൽകാതെയായിരുന്നു എസ്.എഫ്.ഐയുടെ ക്രൂരമായ പീഡനം. നിലവിൽ 12 പേരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് സസ്പെൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത 6 പേരെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. അതോടൊപ്പം കൂടുതൽ പ്രതികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടെന്നും അതിനാൽ തന്നെ 25ഓളം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. എന്തായാലും മുഖ്യപ്രതി അറസ്റ്റിലായി. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ബാക്കിയുള്ള പ്രതികളും വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഈ പറഞ്ഞു കേട്ടതനുസരിച്ചാണെങ്കിൽ ആൾക്കൂട്ട വിചാരണയാണ് ആ ക്യാമ്പസിൽ നടന്നത്. ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ ഒരു ക്യാമ്പസിൽ നടത്താനായി ഈ എസ്.എഫ്.ഐക്കാർക്ക് മാത്രം ആരാണ് അധികാരം നൽകിയത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഇതിനു മുൻപും ഈ സമാനമായ സംഭവങ്ങൾ ക്യാമ്പസിനുള്ളിൽ നടന്നു എന്നാണ് പല വിദ്യാർത്ഥികളും അവിടെ പറയുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരെയൊന്നും കോളേജ് അധികൃതർ ഇതുവരെ നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്നു എന്നതാണ്. തീർച്ചയായും ഇത്തരത്തിലായിരുന്നു ഈ കോളേജിൽ ഇത്തരത്തിൽ എസ്.എഫ്.ഐയുടെ തന്നെ വിചാരണ കോടതിയുണ്ട്. ഈ വിചാരണ കോടതിയാണ് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നത്. കോളേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാകുമ്പോൾ അത് കോളേജ് അധികൃതരിലേക്ക് എത്തുകയോ പോലീസിലേക്ക് എത്തുകയോ ചെയ്യാറില്ല. കാരണം ഈ എസ്.എഫ്.ഐ നേതാക്കൾ തന്നെ ഈ പരാതി കേൾക്കുകയും അതിന് അനുസരിച്ചുള്ള ശിക്ഷകൾ വിധിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള ഫലമായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഈ സിദ്ധാർത്ഥന് നേരെ ഒരു പരാതി ഉണ്ടാകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എസ്.എഫ്.ഐ നേതാക്കളുടെ വിധി. 15 തുടർച്ചയായി 3 ദിവസം ക്രൂരമായി മർദ്ദിക്കുന്നത്. അതിൽ മനംനൊന്താണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. അത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ എസ്.എഫ്.ഐയുടെ ഈ ഫാസിസ്റ്റ് നയങ്ങളുണ്ട്. ആ നയങ്ങൾ തന്നെയായിരുന്നു ഈ വയനാട് വെറ്റിനറി കോളേജിലും നടന്നത്. ഈ ക്രൂരമായി എസ്.എഫ്.ഐയുടെ ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു കോളേജാണ്. അവിടെ ഒരു സംഘടന മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ 3 ദിവസം ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരണത്തിന് ശേഷം പോലും നിലവിലെ സാഹചര്യത്തിൽ പോലും ഈ എസ്.എഫ്.ഐ നേതാക്കളുടെ ഭീഷണിയുണ്ട്. അതിനാൽ തന്നെയാണ് ഈ പരസ്യ വിചാരണയാണ് നടന്നത്. 130ഓളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റി പൂർണ്ണമായും മർദ്ദിക്കുന്നത്. എന്നിട്ട് പോലും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരസ്യമായി പോലീസിന് മൊഴി നൽകുവാനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അത് ഭയം കൊണ്ടാണ്, ഇത്തരത്തിൽ എസ്.എഫ്.ഐയുടെ ഭീഷണി കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കാത്തത്. ഈ കൂടെയുള്ള വിദ്യാർത്ഥികൾ രഹസ്യമായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ ഈ പരാതിയുമായി തന്നെ മുന്നോട്ട് പോയത്. അതിനാൽ തന്നെയായിരുന്നു ഈ കേസിന്റെ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഈ കേസ് ഉയർന്നു വന്നിരുന്നില്ല. തുടർന്ന് ഈ 18-ാം തീയതി കുട്ടി മരിച്ചതിന് ശേഷം 24-ാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ കോളേജിൽ നിന്ന് നടപടി ഉണ്ടാകുന്നത്. അതിനുശേഷമായിരുന്നു ഈ പോലീസിന്റെ നടപടികൾ ഉണ്ടാകുന്നത്. ഈ 6 ദിവസം ഈ 12 വിദ്യാർത്ഥികളും ആ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കെതിരെ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾക്ക് തന്നെ ഭയമാണ്. നിലവിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികളാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് നൽകുന്നത് ഉൾപ്പെടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചില പെൺകുട്ടികൾ വീട്ടിലും ഈ രക്ഷിതാക്കളോടും രഹസ്യമായി വിളിച്ചു പറഞ്ഞു തങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തരുത്, അങ്ങനെ വെളിപ്പെടുത്തിയാൽ തങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, തങ്ങളുടെ ഭാവി തന്നെ പ്രതിസന്ധിയിലാകും എന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു എസ്.എഫ്.ഐ നിലപാടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വരുന്നുണ്ട്.
ശരി ശ്രീജിത്ത്.